മോണ്ടിവീഡിയോയിലെ സെന്റിനാരിയോ സ്റ്റേഡിയത്തിൽ കാണികൾ ഇളകിമറിയുന്നു. യുറുഗ്വേക്കാരുടെ നിലയ്ക്കാത്ത കയ്യടി. രോഷം കടിച്ചമർത്തുന്ന അർജന്റീനക്കാർ. ലോകകപ്പ് ഫുട്ബോളിന്റെ കന്നി ഫൈനലിൽ ആദ്യ ഗോൾ പിറന്ന മനോഹര നിമിഷം. യുറുഗ്വേയുടെ പാബ്ലോ ദൊരദോയുടെ ഗോളിന് അധികം വൈകാതെ കാർലോസ് ക്യൂസലയിലൂടെ അർജന്റീനയുടെ മറുപടി. എന്നാൽ രണ്ടാം പകുതിയിൽ സിയയും ഇറിയാട്രയും കാസ്ട്രോയും ഓരോ ഗോൾ വീതം നേടിയപ്പോൾ അർജന്റീനയുടെ പരാജയം അനിവാര്യമായി. ഈ 4 കളിക്കാരുടെ കൈപിടിച്ച യുറുഗ്വേ എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യം ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രത്തിലേക്ക് നടന്നുകയറി. ഭൂമുഖത്തെ ഏറ്റവും വലിയ പ്രദർശനമായ ഫുട്ബോൾ ലോകകപ്പിന്റെ കിക്ക് ഓഫ് 1930 ജൂലൈ 13-നായിരുന്നു. ആ രാജ്യാന്തര മേളയ്ക്ക് 2022 ജൂലൈ 13-ന് 92 വയസ്സ് തികഞ്ഞു. രാഷ്ട്രീയ അതിർത്തികളും ഭൂഖണ്ഡങ്ങളും കടന്ന് വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഫുട്ബോളിന്റെ ലോക മഹോത്സവം ആസ്വദിക്കുന്നത് ഇന്ന് കോടാനുകോടി ജനങ്ങളാണ്. 13 രാജ്യങ്ങൾ പങ്കെടുത്ത ആദ്യ ടൂർണമെന്റിൽ നിന്ന് ലോകകപ്പ് ഒരുപാട് വളർന്നിരിക്കുന്നു. ഇന്ന് ഫൈനൽ റൗണ്ടിൽ മാത്രം പങ്കെടുക്കുന്നത് 32 രാജ്യങ്ങൾ. ലോകകപ്പ് വിജയം ഒരു രാജ്യത്തെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ദേശീയ ഉത്സവമാണ്. പിന്നെ ആ നാട് എല്ലാം മറന്നുള്ള ആഘോഷത്തിലാവും. കാൽപന്ത് കളിക്ക് എന്നും ജനമനസ്സുകളിൽ വൈകാരികമായ ഒരിടമുണ്ട്. കളിക്കളത്തിൽ 22 പേരും കാണികളായി നേരിട്ടും ഒപ്പം ദൃശ്യവിരുന്നായി ലോകമെമ്പാടുമുള്ള എത്രയോ കോടി പേരും ഒരേ സമയം അണിനിരക്കുന്ന കൂട്ടായ്മയാണല്ലോ ഫുട്ബോളിന്റെ അപൂർവ ചാരുതകളിലൊന്ന്. 1904 മെയ് 21-ന് പാരീസിൽ 7 രാജ്യങ്ങൾ പങ്കെടുത്ത യോഗത്തിൽ ഫിഫ എന്ന ചുരുക്കപ്പേരുള്ള അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷന് രൂപം നൽകിയെങ്കിലും ലോകകപ്പ് എന്ന ആശയം ഉരുത്തിരിഞ്ഞത് അടുത്ത വർഷമാണ്. ലോകകപ്പിനെ തുടക്കം കുറിക്കാൻ പിന്നെയും വർഷങ്ങളെടുത്തു. പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കുന്നവർക്കായി ഒരു രാജ്യാന്തര മേള എന്ന ആവശ്യം 1914 ശക്തമായെങ്കിലും ഒന്നാം ലോക മഹായുദ്ധം പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു. അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷന്റെ 3ാം പ്രസിഡന്റ് ഫ്രഞ്ചുകാരനായ യൂളി മെയുടേതായിരുന്നു ഇന്ന് ലോകമെങ്ങും ഫുട്ബോൾ പ്രണയികളെ ആവേശത്തിമിർപ്പിൽ ആറാടിക്കുന്ന ലോകകപ്പിന്റെ ആശയം. ഫ്രഞ്ച് ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ജനറൽ ഹെൻറി ഡിലോനിയും ഇതിനെ പിന്തുണച്ചു. 1928 മെയ് 26-ന് ആംസ്റ്റർഡാമിൽ ചേർന്ന ഫിഫ യോഗമാണ് 1930-ൽ പ്രഥമ ലോകകപ്പ് നടത്താൻ തീരുമാനിച്ചത്. ഇറ്റലി, ഹംഗറി, ഹോളണ്ട്, യുറുഗ്വേ, സ്പെയിൻ, സ്വീഡൻ എന്നീ രാജ്യങ്ങൾ ആതിഥേയരാവാൻ മുന്നോട്ട് വന്നെങ്കിലും നറുക്കുവീണത് യുറുഗ്വേക്കായിരുന്നു. പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ ചെലവും ലാഭവിഹിതവും എല്ലാം നൽകാൻ അവർക്ക് സമ്മതവുമായിരുന്നു. ഈ ഘടകങ്ങളെല്ലാം പ്രഥമ ലോകകപ്പിന്റെ വേദിയായി യുറുഗ്വേയെ തിരഞ്ഞെടുക്കാൻ സംഘാടകരെ പ്രേരിപ്പിച്ചു. $160 ലക്ഷം ചെലവിട്ട് യുറുഗ്വേ 1,00,000 പേരെ ഉൾക്കൊള്ളാവുന്ന സ്റ്റേഡിയം മോണ്ടിവീഡിയോയിൽ നിർമ്മിച്ചു. എന്നാൽ മേളയ്ക്ക് ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ചില ടീമുകൾ പിന്മാറി. ഒടുവിൽ 16-ന് പകരം 13 ടീമുകളുമായി ലോകകപ്പ് നടന്നു. അന്ന് യൂറോപ്പിൽ നിന്ന് കടൽ കടന്നും ഫുട്ബോൾ വൈഭവം പ്രകടിപ്പിക്കാനെത്തിയ വിദേശ ടീമുകൾ റുമാനിയയും ഫ്രാൻസും യൂഗോസ്ലാവിയയും ബെൽജിയവും മാത്രമായിരുന്നു. മെക്സിക്കോയും ഫ്രാൻസുമാണ് ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടിയത്. ലോകകപ്പിലെ ആദ്യ ഗോളിന്റെ ബഹുമതി ഫ്രാൻസിന്റെ ലൂസിൻ ലോവങ്ങിന്റെ പേരിലായി. ഫ്രാൻസ് 4-1-ന് ജയിച്ചു. സെമി ഫൈനലിൽ യുറുഗ്വേ യൂഗോസ്ലാവിയയും അർജന്റീന അമേരിക്കയും തകർത്തുവിട്ടത് തിരിച്ചുവരാത്ത 1/2 ഡസൻ ഗോളുകൾ എന്ന തുല്യ സ്കോറിനായിരുന്നു. സെന്റിനാരിയോ സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 2 മണിക്കായിരുന്നു കലാശ പോരാട്ടം. 90,000 കാണികൾ സ്റ്റേഡിയത്തിൽ ഇരിപ്പുറപ്പിച്ചിരുന്നു. അർജന്റീനയെ 2-നെതിരെ 4 ഗോളുകൾക്ക് യുറുഗ്വേ കീഴടക്കിയതോടെ നായകൻ അസീസി ആദ്യ ലോകകപ്പ് ഏറ്റുവാങ്ങി. പിറ്റേന്ന് യുറുഗ്വേയിൽ ദേശീയ അവധിയായിരുന്നു. അർജന്റീനയ്ക്കാവട്ടെ പരാജയം സഹിക്കാൻ കഴിഞ്ഞില്ല. ബ്യൂണസ് ഐറിസിൽ അക്രമാസക്തരായ ജനക്കൂട്ടം യുറുഗ്വേയുടെ നയതന്ത്ര കാര്യാലയം കയ്യേറി. അവരെ പിരിച്ചുവിടാൻ പോലീസിന് വെടിവയ്പ് നടത്തേണ്ടി വന്നു. വിജയികൾക്കുള്ള കപ്പിന് പിന്നീട് യൂളി മെയുടെ പേര് നൽകി. 3 വട്ടം ചാമ്പ്യന്മാരായതോടെ ബ്രസീലിന് 1970-ൽ ആ കപ്പ് സ്വന്തമായി. അതോടെ 1974-ൽ നിലവിൽ വന്ന ഫിഫ കപ്പിന്റെ ആദ്യ അവകാശികളായത് പശ്ചിമ ജർമ്മനിയാണ്.